വിശ്വപ്രസിദ്ധമാണ് ഉത്രാളിപ്പൂരം. ആ പൂരത്തെ ഇത്രമാത്രം മനോഹരവും സുന്ദരവും എല്ലാ വിഭാഗം ജനങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് സുസംഘടിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കുമരല്ലൂർ ദേശത്തിൻ്റെ യൂത്ത് വിംഗ് നടത്തുന്ന പ്രയത്നം വളരെ വലുതാണ്. മനുഷ്യജീവിതം സുന്ദരമാവണമെങ്കിൽ ഉത്സവങ്ങളും ആഘോഷങ്ങളും നമ്മുടെ പരമ്പരാഗതമായി തുടരുന്ന ആചാരങ്ങളും നമുക്ക് തുടരേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ആഘോഷങ്ങളെ, ഉത്സവങ്ങളെ, പ്രത്യേകിച്ച് ഉത്രാളിപ്പൂരത്തെ മനോഹരമാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന കുമരല്ലൂർ ദേശത്തിൻ്റെ യൂത്ത് വിംഗ് കോർഡിനേറ്റർമാരുടെ സംസാരം ഈ പൂരത്തെക്കുറിച്ചുള്ള, ഇതിൻ്റെ അധ്വാനത്തെക്കുറിച്ചുള്ള, ഇതിൻ്റെ സംഘാടനത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾക്കായി നമുക്ക് കാതോർക്കാം. നമസ്കാരം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശത്തിൻ്റെ ആനച്ചമയ പ്രദർശന സന്നിധിയിലാണ്. ഈ ആനച്ചമയ പ്രദർശനം ഒരുക്കുക എന്നത് യുവജനങ്ങളുടെ ഒരു ഹരമായി, അവരുടെ ഒരു കർത്തവ്യമായി, കർത്തവ്യബോധത്തിൻ്റെ ഒരു അലങ്കാരത്തിൻ്റെ ദൃശ്യമികവായി നമ്മുടെ കാഴ്ചക്കാരിലേക്ക് എത്തിക്കുവാൻ അശ്രാന്തം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വിശിഷ്യ നമ്മുടെ യുവജന സമിതി അംഗങ്ങൾ ഈ ഇത്രയും മനോഹരമായി നമ്മുടെ ആനച്ചമയ പ്രദർശനം നമ്മൾ ഇവരിലേക്ക് കലാസാധകരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ യുവജന സമിതി അംഗങ്ങൾക്ക് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഏറ്റവും മികവുറ്റ രീതിയിൽ തന്നെ കുമരനെല്ലൂർ ദേശത്തിൻ്റെ ആനച്ചമയ പ്രദർശനം ഇന്ന് നമ്മുടെ കാഴ്ചക്കാരിലേക്ക് എത്തിയിരിക്കുകയാണ്. ആനച്ചമയ പ്രദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേശത്തിൻ്റെ ഒരു അഭിമാനമാണ്. മറ്റെല്ലാ ദേശത്തെക്കാട്ടും നന്നായി ചെയ്യാനുള്ളത് നമ്മൾ എല്ലാ കൊല്ലം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിനുവേണ്ടി എല്ലാ രീതിയിലും പ്രവർത്തിക്കുന്ന എല്ലാ യൂണിയൻ സമിതി അംഗങ്ങളും കൂടാതെ കമ്മിറ്റി അംഗങ്ങളും സീനിയേഴ്സുമായിട്ടുള്ള എല്ലാവരും കൂടിയുള്ള ഉണ്ടായ ഒരു പ്രവർത്തനമാണ് ഈ ആനച്ചമയ പ്രദർശനം ഇത്രയും വൃത്തിയാക്കാനും ഇത്രയും ഭംഗിയുള്ളതാക്കാൻ പറ്റുന്നത്. കാലത്ത് മുതലുള്ള അശ്രാന്തമായ ഒരു പരിസരത്തിൻ്റെ ഫലമാണ് ഈ കാണുന്ന ആനച്ചമയ പ്രദർശനം. അതിന് എല്ലാ രീതിയിലും സഹായിച്ച ഏവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇന്നലെ മുതൽ തന്നെ നമ്മൾ ഈ ചമയത്തിൻ്റെ ഇന്നലെ അർദ്ധരാത്രി മുതൽ തന്നെ ഇതിൻ്റെ മുഴുവൻ സമയം ഈ സമയമെടുക്കലും ഒരുക്കലിനും വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും യുവജന സമിതിയാണ് അതിനുവേണ്ട സീനിയർ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം എല്ലാം ചെയ്യുന്നത്. വളരെ ഈ നെൽപ്പറയിൽ എല്ലാ പറകളും ഉൾപ്പെടെ പോലും നമ്മൾ അതീവ ശ്രദ്ധയോടു കൂടിയിട്ടാണ് നമ്മളത് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഏറ്റവും മികവുറ്റ നയനമനോഹാരിത ഈ ദേശക്കാർക്ക് ഒരുക്കാൻ വേണ്ടിയാണ് ഇത്രയും ചെയ്തിട്ടുള്ളത്. എല്ലാവരെയും ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ ഓരോ നിമിഷവും ഈ ചലനങ്ങൾ മുഴുവൻ ദൃശ്യമാധ്യമങ്ങളിൽ എത്തിക്കുന്ന മീഡിയയ്ക്കും പ്രത്യേകം ആശംസകൾ. നന്ദി. നമസ്കാരം. പൂരം തുടങ്ങി കഴിഞ്ഞാൽ യുവജന സമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പുറംപിരിവാണ്. അതിനോടൊപ്പം തന്നെ പ്രധാനമാണ് ചമയം ഒരുക്കുക എന്നതാണ് യുവജന സമിതിയുടെ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വം. ആ ചമയം ഒരുക്കൽ, ചമയം കൊണ്ടുവരുന്നത് തലേ ദിവസം ഞായറാഴ്ച സാമ്പിൾ എടുക്കൽ കഴിഞ്ഞാൽ രാത്രിയാണ് ഫാർമേക്കാരോട് ചമയം കൊണ്ടുവരിക. അത് കൊണ്ടുവന്നാൽ അന്ന് അപ്പം മുതൽ ചമയം എങ്ങനെ വെക്കണം എന്നുള്ളൊരു എല്ലാവരും കൂട്ടമായി ആലോചിക്കണം. കാരണം ഒരാൾ വെച്ചു അപ്പോൾ തന്നെ മറ്റ് വേറെ അഭിപ്രായം ആ കൃത്യമായ അഭിപ്രായത്തിലേക്ക് വീണ്ടും കൊണ്ടുവരും. എങ്ങനെ ഭംഗിയാക്കാൻ പറ്റുന്നു ഓരോ ചെറിയ കാര്യങ്ങൾക്ക് പോലും എങ്ങനെ ഭംഗിയാക്കാം, കഴിഞ്ഞ വർഷത്തേക്കാൾ എങ്ങനെ ഭംഗിയാക്കാം, എന്തൊക്കെ വ്യത്യസ്തത വരുത്താമെന്ന് ആലോചിച്ച് കൂട്ടമായിരിക്കുന്ന ഒരു ചമയ പ്രദർശനമാണ് ഇവിടെ കാണുന്നത്. ബാക്കി എല്ലാ ദേശത്തെ അപേക്ഷിച്ച് കുമരനെല്ലൂർ ദേശം ഏറ്റവും ഒന്നാം സ്ഥാനം നിൽക്കുന്നതിൻ്റെ ഏറ്റവും ഒരു ഉദാഹരണം ഈ യുവജന സമിതിയുടെ കൂട്ടായ്മയാണ് എന്നാണ് പറയാനുള്ളത്.